നമ്മൾ ചില വ്ളോഗിലൊക്കെ കാണത്തില്ലേ, കാടും മഴയൊക്കെ യാത്ര ചെയ്ത് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ട് പൊടിയുന്നില്ല, വെയിലുന്നില്ല, മഴയുന്നില്ല, തണുപ്പൊന്നില്ല, മഞ്ഞൊന്നില്ല, ഇങ്ങനെ സഞ്ചരിക്കുന്ന വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു സഞ്ചാരി, എല്ലാവരുമായിട്ട് ചിരിച്ചു കൊണ്ടിടപഴകുന്ന ഒരു ക്യാരക്ടർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആ ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ചാർലിയിലെ ദുൽഖർ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ കഥ റിയൽ ലൈഫിൽ ഏതാണ്ട് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു സഞ്ചാരി, വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളവർക്ക് ഇണങ്ങിയ ഒരു ഫ്രഷ് പെർഫ്യൂം. അതാണ് ഈ ഒരു പെർഫ്യൂം. സഫാരിന്ന് എനിക്ക് സഫാരി ബ്രീസ്, യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാറ്റും പ്രകൃതിയുടെ മണവും ഒക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അതാണ് ഈ പെർഫ്യൂം എനിക്ക് തരുന്ന ഒരു തീം. ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുള്ള ഒരു പെർഫ്യൂമാണ് സഫാരി ബ്രീസ് ഫ്രഞ്ച് അവന്യൂടെ. ഈ ഒരു പെർഫ്യൂം വാങ്ങി വലിയ ഹോപ്പില്ലാതാണ് ഞാൻ വാങ്ങിയത്. ഓക്കെ, കുറേ പെർഫ്യൂം നമ്മൾ ഫ്രഷ് വാങ്ങുന്നുണ്ട്, ഇതിൻ്റെ കൂടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് വാങ്ങുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. പക്ഷേ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ എനിക്ക് മുഖത്തൊരു പുഞ്ചിരി വിടർന്ന ഒരു പെർഫ്യൂം. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു ഈ പെർഫ്യൂം. ഞാൻ ഒരുപാട് പറയുന്ന എല്ലാ പെർഫ്യൂം വാങ്ങി കൂട്ടുന്ന ഒരാളല്ല ഞാൻ. എനിക്കും കൂടി വർക്കൗട്ട് ആയാൽ മാത്രമേ ഞാൻ പെർഫ്യൂം വാങ്ങാറുള്ളൂ. നിങ്ങൾ എൻ്റെ റിവ്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന എല്ലാ പെർഫ്യൂം ഞാൻ വാങ്ങാറില്ല, കുറച്ചും കൂടെ ഞാൻ നോക്കും, ശ്രദ്ധിച്ചിട്ടൊക്കെ ഞാൻ വാങ്ങാറുള്ളൂ. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് വാങ്ങിയ ഒരെണ്ണമാണ് സഫാരി ബ്രീസ്. ഈ പെർഫ്യൂം എന്താണെന്ന് ഈ പെർഫ്യൂമിൻ്റെ ഈ പുറം ചട്ടയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിറകിലായിട്ട് ഒരു മഞ്ഞ് മൂടിയ പർവ്വതം, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന അരുവി, കരയ്ക്ക് ഇരുവശമായിട്ട് അപ്പുറത്തും വൃക്ഷങ്ങൾ, കുറേ വിടർന്നു നിൽക്കുന്ന പൂക്കൾ, ഒരു സമ്മർ കഴിഞ്ഞിട്ടുള്ള, വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു പൂക്കാലം, ഒരു സ്പ്രിംഗ് സീസണാണ് ഈ ഒരു പെർഫ്യൂം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോഴും ഒരു സ്പ്രിംഗ് സീസൺ, പൂക്കൾ വിടർന്നു നിൽക്കുന്ന നല്ല നീലാകാശവും നല്ല തെളിഞ്ഞ മേഘവും ഒരു ഹാപ്പിനെസ് തരുന്ന മണമാണ് ഈ ഒരു പെർഫ്യൂം. പേര് പോലെ തന്നെ സഫാരി ബ്രീസ്, ഒരു യാത്രയും സഞ്ചാരി. ആ ഒരു സ്പ്രിംഗ് സീസണിൽ നമുക്ക് പോകാൻ പറ്റുന്ന ആ ഒരു ലൊക്കേഷൻസ് ഒക്കെ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഇനി പെർഫ്യൂം എക്സ്ട്രാ ഡേ കോൺസെൻട്രേഷൻ ആണ്. എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ് കോൺസെൻട്രേഷൻ വരുന്നത്. 100 ml ഉണ്ട്. ബാക്കിൽ എഴുത്തും കാര്യങ്ങളും, ബോട്ടിൽ നല്ല പ്രസൻറ്റേഷൻ. ഇതിന് വില അറൗണ്ട് ഒരു 4800-5000 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതായിട്ടല്ലേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മഞ്ഞ് മൂടിയ പർവ്വതം, ഒഴുകിയെത്തുന്ന അരുവിയും, ഇവിടെ പൂക്കളും, ഒരു സ്പ്രിംഗ് ഹാപ്പിനെസ് തരുന്ന ഒരു തീമാണ് ഈ പെർഫ്യൂം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ബോട്ടിലിൽ നമുക്ക് കാണാൻ പറ്റും, നല്ല കട്ടിയുള്ള ബോട്ടിലാണ്, പ്രീമിയം ബോട്ടിൽ. അതുപോലെ തന്നെ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഒരു പർവ്വതം അവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് മെറ്റലാണ്, ഭാരമുണ്ട്, പ്ലാസ്റ്റിക് അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും നല്ല ലെതറാണ് ചെയ്തിരിക്കുന്നത്. സോ ഒരു 5000 രൂപ, 5000, 4800, 5000 രൂപയ്ക്ക് ഒരു ബോട്ടിലിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കാമോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിൽ ഡിസൈൻ, ഒരു ഡിസൈനർ പെർഫ്യൂം ഇരിക്കുന്ന പോലെ ഒരു ഫീൽ. നമുക്കൊരു ഇൻസ്പയർഡ് ബ്രാൻഡാണ്. അല്ല, ഫ്രഞ്ച് അവന് നമുക്ക് ഇൻസ്പയർഡ് ബ്രാൻഡ് എന്ന് പറയേണ്ട കാര്യമില്ല. അവർ അവരുടേതായിട്ടുള്ള ഓൺ ക്രിയേഷൻസ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇൻസ്പയർ എന്നുള്ള കാര്യം മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പെർഫ്യൂം സിന്തറ്റിക്, പലപ്പോഴും നമ്മളിപ്പോൾ സിന്തറ്റിക്കിനെ കുറിച്ച് നെഗറ്റീവ് പറയാറുള്ളൂ, പക്ഷെ അതിനൊരു നല്ല വശമുണ്ട്. ഒരു പെർഫ്യൂം സിന്തറ്റിക് ആവുന്നത് കൊണ്ട് അത് മോശമാകണമെന്നില്ല. നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരുപാട് പെർഫ്യൂംസ് ഇപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിന്തറ്റിക് തന്നെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിയോർ സവാഷ് എടുത്തു കഴിഞ്ഞാൽ സിന്തറ്റിക് പെർഫ്യൂമാണത്, ആംബ്രോക്സൻ ഹെവിയാണ് അതിൽ. അതിൻ്റെ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ സിന്തറ്റിക് ആണ് കൂടുതൽ നോക്കി കിട്ടുന്നവരുമാണ്. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം സിന്തറ്റിക്, വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് പലപ്പോഴും സിന്തറ്റിക് പെർഫ്യൂമാണ് നമ്മൾ ഏറ്റവും അഡിക്റ്റീവ് ആക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് വാങ്ങി കളക്ട് ചെയ്ത് വെക്കാൻ തോന്നുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള മണങ്ങളുമാണ്. പക്ഷെ ചില പെർഫ്യൂം സിന്തറ്റിക് തന്നെ വളരെ ചീപ്പായിട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇറിറ്റേഷൻ തോന്നുന്നത്. അപ്പോൾ സിന്തറ്റിക് എന്ന് പറയുന്നത് പെർഫ്യൂമിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേണം. സിന്തറ്റിക് ആയിട്ടുള്ള നോട്ടുകൾ, ഇപ്പോൾ പല നോട്ടുകൾ ഇപ്പോൾ ഇന്റർനാഷണൽ പെർഫ്യൂം അതോറിറ്റി കമ്മ്യൂണിറ്റികൾക്ക് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം നോട്ടുകൾ നമുക്ക് കിട്ടണമെങ്കിൽ സിന്തറ്റിക് ആയിട്ട് മേക്ക് ചെയ്തേ പറ്റൂ. അതിൽ തന്നെ ക്വാളിറ്റിയോടുകൂടി മേക്ക് ചെയ്യുന്നതിനാണ് ആ പെർഫ്യൂം വിജയിച്ചു എന്ന് നമുക്ക് പറയേണ്ടത്. ഇതും നമുക്ക് സിന്തറ്റിക് പെർഫ്യൂമിന് കാറ്റഗറി പെടുത്താൻ തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു സിന്തറ്റിക് ആണെന്നുള്ളൊരു തോന്നൽ തരാതെ ആണെങ്കിൽ കൂടിയും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ചില പാട്ടുകൾ, ഇപ്പോൾ ഇളയരാജ അല്ലെങ്കിൽ SP വെങ്കടേഷ് അല്ലെങ്കിൽ ജോൺസൺ മാഷ് കമ്പോസ് ചെയ്തിരിക്കുന്ന പാട്ട്, അതിൻ്റെ അതേ തനിമയും അതിൻ്റെ അതേ പവിത്രതയോടും കൂടി അതിൻ്റെ ഒരു അൺപ്ലഗ്ഡ് വേർഷനായിട്ട് അതേപോലെ തന്നെ പാടാൻ കഴിവുള്ളത്, അല്ലെങ്കിൽ അത്യാവശ്യം സംഗീതത്തിൽ അവഹാരമുള്ളൊരു വ്യക്തി പാടുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് ഏച്ചുകെട്ടലും വലിച്ചു കെട്ടിയും കൂട്ടിയും കുറുക്കിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ അത് കഴിവുള്ളവർ ചെയ്യുമ്പോൾ ഏത് കാര്യവും ഭംഗിയായിട്ട് മാറും. അതിന് ഉദാഹരണമാണ് സിന്തറ്റിക് പെർഫ്യൂംസിന്റെ ചില കാര്യങ്ങൾ. കഴിവുള്ള നല്ല ആൾക്കാർ ചെയ്യുമ്പോൾ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. വെറുതെ ഒരു പെർഫ്യൂം ഇറക്കി വിട്ട് 10 കാശ് ഉണ്ടാക്കണം എന്ന് ചെയ്യുമ്പോഴാണ് അതൊരു ചീറ്റി പോകുന്നത്, നമുക്ക് വർക്കൗട്ട് ആവാത്തത്. ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ആവുന്ന ടൈപ്പ് ഡിയാനാണ്. ഇനി പെർഫ്യൂമിലേക്ക് വരാം. പെർഫ്യൂമിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്, മെയിൻ പ്രൊഫൈൽ സിട്രസ്, ഗ്രീൻ, ഫ്രൂട്ടി, അരോമാറ്റിക്, വുഡി, ഫ്രഷ് സ്പൈസി, എർത്തി, കോക്കനട്ട്, മോസി, ഫ്രഷ്. ടോപ്പ് നോട്ടിൽ കൊടുത്തുള്ളത് ഗ്രേപ്പ് ഫ്രൂട്ട്, ബ്ലാക്ക് കറന്റ്, കോക്കനട്ട്. മിഡിൽ നോട്ടിൽ മിന്റ്, ജാസ്മിൻ. ബേസ് നോട്ടിൽ വെട്ടുവർ, ഓക്മോസ്, ആംബർ.
ട്രൈ ചെയ്യാം. നല്ല സ്പ്രെയർ, ഗ്രേപ്പ് ഫ്രൂട്ടും ബ്ലാക്ക് കറണ്ടുമാണ് കിട്ടുന്നത്. ഈ ഗ്രേപ്പ് ഫ്രൂട്ടും ബ്ലാക്ക് കറണ്ടും ചേരുമ്പോൾ ഈ പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ട് അല്ലേ, പുളിപ്പുള്ള ഒരു പാഷൻ ഫ്രൂട്ടിന്റെ മണമായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് നോട്ട് ചേരുമ്പോൾ, ഗ്രേപ്പ് ഫ്രൂട്ടും ബ്ലാക്ക് കറണ്ടും ചേരുമ്പോൾ കിട്ടുന്ന മണമാണ് ഒരു പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ടിന്റെ സ്മെല്ല്. പാഷൻ ഫ്രൂട്ടിൽ അല്പം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോക്കനട്ട്, ട്രോപ്പിക്കൽ കോക്കനട്ട് ഫ്രൂട്ടി ഫ്രഷ് ആണ് ഓപ്പണിങ്ങിൽ കിട്ടുന്ന മണം. പിന്നെ മിന്റ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നമുക്ക് മിഡിൽ നോട്ടിൽ നമുക്ക് നല്ല മിന്റിന്റെ മണം വരും. ഈ പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു മോഹിറ്റോ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിനകത്ത് കുറച്ച് മിന്റൊക്കെ ഇട്ട് നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ ഉള്ള ഒരു ഫ്രഷ് മിന്റി പാഷൻ ഫ്രൂട്ട് ഫ്ലേവറുള്ള ഒരു മോഹിറ്റോ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മണം. നമുക്കൊരു ചൂടത്ത് ഇതൊന്ന് ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മണമാണ് ഇതിന്റെ മണം. പിന്നെ എവിടെയോ കുറെ സ്വീറ്റ് നോട്ട് വരുന്നുണ്ട്, നല്ല നല്ല സ്വീറ്റ് നോട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല സ്വീറ്റ് എർത്തി. പിന്നെ ഡ്രൈഡോണിൽ വരുന്നത് നല്ല വെട്ടുവർ, നല്ല രാമചന്ദ്രൻ മണമാണ് ഡ്രൈഡോണിൽ വരുന്നത്. ഇപ്പോൾ ഓപ്പണിങ്ങിലെ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് പ്ലസ് ബ്ലാക്ക് കറണ്ടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടാണ്. അത് നമ്മുടെ ക്രീഡ് അവൻസിലൊക്കെ ചേർത്തിട്ടുണ്ട് ബ്ലാക്ക് കറണ്ട് നോട്ട്. ഈ ബ്ലാക്ക് കറണ്ടും ഗ്രേപ്പ് ഫ്രൂട്ടും ചേരുമ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ മണവും അതിൽ മിന്റിന്റെ മണവും പിന്നെ ഒരു മോഹിറ്റോ അതൊക്കെ ചേരുമ്പോൾ ഒരു ഫ്രൂട്ടി കോക്ടെയിൽ, ഒപ്പം കോക്കനട്ടിന്റെ നോട്ടൊക്കെ ചേർത്ത് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂം. ഒരു ഫ്രഷ് ഫ്രൂട്ടി പെർഫ്യൂം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ക്യാരക്ടറും ഉള്ള ഒരു പെർഫ്യൂം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു DNA ആണ്. കൂടുതൽ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല, എക്സാക്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഈ 3-4 നോട്ടുകൾ മാത്രമാണ്. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഡ്രൈഡോൺ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഡ്രൈഡോൺ ഞാൻ ഈ പറഞ്ഞ നല്ല രാമചന്ദ്ര മണമാണ്. രാമച്ചും ഓക്മോസ് ഹെവി ആയതുകൊണ്ട് തന്നെ പുറത്ത് നന്നായിട്ട് ഈ മണം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, ലോങ്ജിവിറ്റി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നമ്മളൊരു 8 സ്പ്രേ അടിച്ചാൽ ഞാനൊരു 7 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. ആദ്യത്തെ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ ഏതൊരു ഫ്രഷ് പെർഫ്യൂം എടുത്താൽ കിട്ടുന്ന ലോങ്ജിവിറ്റിയും പെർഫോമൻസ് ഇതിനും കിട്ടുന്നുണ്ട്. അതിലൊരു വിഷയമില്ല, ഒരു പ്രശ്നവുമില്ല. 3 മണിക്കൂർ പ്രൊജക്ഷൻ. അടിക്കേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത് രാവിലെയും ഉച്ചയ്ക്ക് ഉപയോഗിക്കുക, വെയിലത്ത് ഇറങ്ങുമ്പോൾ അടിക്കുക, ഓഫീസിലിരിക്കുമ്പോൾ, ഓഫീസിന് പുറത്ത് പോകുമ്പോൾ, മാർക്കറ്റിങ്ങിന് പോകുമ്പോൾ, വെയിലത്തുള്ള ഫീൽഡ് വർക്ക്, പിന്നെ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, ടീച്ചിങ് ആയിട്ടുള്ള പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവർ, അവർക്കൊക്കെ ഉപയോഗിക്കാനുള്ള പെർഫ്യൂമാണ്. ഇനി കോളേജിൽ പോകുന്നവർക്ക്, യൂത്ത് ആയിട്ടുള്ളവർക്ക്, പലരും പറയാറുണ്ട് എനിക്ക് കോളേജിൽ പോകുമ്പോൾ പഠിക്കുന്ന ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കുള്ളൊരു പെർഫ്യൂമാണ് ഒരു പെർഫ്യൂം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹാപ്പിനെസ് തരുന്ന വേണം. ഒരു ഇഷ്ടപ്പെടായിക ഒന്നുമില്ല ഈ പെർഫ്യൂമിൽ. എനിക്ക് അതാണ് ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. അതാ, ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒന്നുമില്ല. കാര്യം 5000 രൂപ മുടക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണം വേണ്ടെന്നുള്ള തീരുമാനം എടുക്കുക. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവും. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. നിങ്ങൾക്കറിയാലോ ഫ്രഷ് പെർഫ്യൂമിനോടുള്ള എൻ്റെ ക്രൈസ്. ഏതൊക്കെ സീസൺ എന്ന് പറഞ്ഞാലും നമുക്കൊരു ഫ്രഷ് പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. കയ്യിൽ വാച്ച് ധരിക്കാതെ ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ് പലപ്പോഴും ഈ ഫ്രഷ് പെർഫ്യൂം അടിക്കാതെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ. 5ml ആക്കിയിട്ടുണ്ട്. ഡെയിലി വേറെ ആയിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ, ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് കൊണ്ടു നടക്കാൻ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു പെർഫ്യൂം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂമാണത്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണം വേണ്ടെന്ന് തീരുമാനിക്കുക. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം, ഒപ്പം മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് 5ml 10ml വാങ്ങാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.